അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, നിസ്കാരം എന്ന് പറയുന്നത് വളരെയേറെ പ്രതിഫലമുള്ള പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് നാം ഒരുപാട് തവണ പഠിച്ച കാര്യമാണ്. 5 വഖത്ത് ഫർള് നിസ്കാരമാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കി തന്നിട്ടുള്ളത്. ഈ 5 ഫർള് നിസ്കാരങ്ങളും മുറ പോലെ അതിനെ കൊണ്ടു നടക്കുന്ന ആളുകൾ, നിലനിർത്തുന്ന ആളുകൾ, അവർക്ക് 5 നേട്ടങ്ങൾ ഉണ്ട് എന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്. ഹബീബായ തങ്ങളുടെ ഹദീസിലൂടെ നമുക്കത് കാണാൻ കഴിയും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹാഫള അല സ്വലവാത്തിൽ മക്തൂബ, അല്ലേ, ഫർളാക്കപ്പെട്ട നിസ്കാരങ്ങൾ ആരെങ്കിലും നിലനിർത്തിയാൽ, സൂക്ഷിച്ചാൽ, അക്രമഹുല്ലാഹു തആല ബി ഖംസി കറാമാത്തിൻ, 5 അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹു അവനെ അനുഗ്രഹിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിൽ കാണാൻ സാധിക്കും. 5 നേട്ടങ്ങളാണ് 5 വഖത്ത് നിസ്കാരം നിലനിർത്തുന്ന ആൾക്ക് ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ ഓരോന്നോരോന്നായി റസൂലുള്ളാഹി തങ്ങളത് പറയുന്നുണ്ട്. യുർഫഉ അൻഹു ലീഖുൽ ഐഷ്, ഇടുങ്ങിയ ജീവിതം അവന് ഇല്ലാതെയാവും. അവൻ്റെ ജീവിതം നല്ല വിശാലമായ റാഹത്തോടെയുള്ള ജീവിതമായി തീരും. അതുപോലെ തന്നെ വയുർഫഉ അൻഹു അദാബൽ ഖബരി, ഖബർ ശിക്ഷ ഉണ്ടാവുകയില്ല. ഖബറിലുള്ള ശിക്ഷയിൽ നിന്ന് അവനക്ക് രക്ഷ നേടാൻ സാധിക്കും. അതുപോലെ വയുഅ്തീഹി കിതാബഹു ബി യമീനിഹി, അവൻ്റെ വലത് കൈയിലാണ് കിതാബ് ലഭിക്കപ്പെടുക. അതുപോലെ വയമുറുൻ അലാ സിറാത്തി കൽബറുക്കിൽ ഖാത്തിഫി, മിന്നറിയും വേഗത്തിൽ സിറാത്ത് പാലം വിട്ട് കടക്കാൻ സാധിക്കുകയും ചെയ്യും. സിറാത്ത് പാലം വളരെ മിന്നൽ വേഗതയോടുകൂടെ അവന് വിട്ടുകടക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ വയദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്, ഒരു ഹിസാബും കൂടാതെ തന്നെ സ്വർഗപ്രവേശനം നേടാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇങ്ങനെ 5 നേട്ടങ്ങളാണ് നിസ്കാരം, ഫർള് നിസ്കാരത്തെ മുറ പോലെ നിലനിർത്തുന്ന ആളുകൾക്ക് ലഭിക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.